പത്തരമാറ്റിൻ്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ആദ്യം തന്നെ കാണിക്കുന്നത് ഡോക്ടർ അങ്ങനെ ആദർശിനോട് സംഭവം പറയുന്നത് ഈ ബ്ലഡ് കിട്ടാൻ ഒരുപാട് ബുദ്ധിമുട്ടുണ്ട്, അതുകൊണ്ട് എന്തെങ്കിലും മാർഗം കണ്ടെത്താൻ പറയുന്നുണ്ട്. നിങ്ങളുടെ അച്ഛനോട് വിവരം പറയാൻ പറയും. അങ്ങനെ അച്ഛനോട് ചെന്ന് കഴിഞ്ഞിട്ട് ആദർശ് സംഭവിച്ച കാര്യങ്ങളൊക്കെ പറയും. ഇങ്ങനെ ഇനി എന്ത് ചെയ്യും, അമ്മയ്ക്ക് ഇത്തിരി സീരിയസ് ഉള്ള ബ്ലഡ് വേണം, അത് ഈ ബ്ലഡ് ആയതുകൊണ്ട് കിട്ടാൻ പാടില്ല, നമുക്ക് എന്തായാലും നമ്മുടെ ഗ്രൂപ്പിലൊക്കെ ഇടാന്ന് പറഞ്ഞ് അങ്ങനെ അവർ അന്വേഷിച്ച് പാഞ്ഞ് നടക്കുന്നു. ആ സമയത്ത് അനി അങ്ങോട്ട് വരുന്നുണ്ട്. അപ്പോൾ അനിയും വലിയച്ഛനും കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനിടയ്ക്ക് അനാമികനെ കാണിക്കുന്നുണ്ട്. അനാമിക മൊബൈലിൽ ഇങ്ങനെ തോണ്ടിക്കൊണ്ടിരിക്കുന്ന ആ സമയത്ത് വേണു വന്ന് വഴക്ക് പറയുന്നുണ്ട്. നിൻ്റെ സ്വഭാവത്തിന് ഇത്തിരി മാറ്റമൊക്കെ വരുത്തണം കേട്ടോ, നീ ആ വല്യമ്മ ആ വീട്ടിൽ നിന്നോട് ആകെ ഇത്തിരി സ്നേഹം ഉണ്ടെങ്കിൽ ആ വല്യമ്മയ്ക്ക് മാത്രമേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് വല്യമ്മനെ കാണാൻ പോകണം. ഞാൻ പറഞ്ഞില്ലേ, അവരുടെ അടുത്ത് ചെന്ന് കഴിഞ്ഞിട്ട് അവർക്ക് അവരുടെ രക്തം തിളയ്ക്കുന്ന രീതിയിൽ അവരെ ചൂട് പിടിപ്പിക്കണം. എന്തായാലും നയനനെ ദേവയാനി അവിടെ നിന്ന് വരുമ്പോൾ നയനനെ ചവിട്ടി പുറത്താക്കാനുള്ള എല്ലാ കാര്യങ്ങളും നീ ചെയ്യണം. അതിന് എന്നെ അവർക്ക് ആർക്കും അവിടെ ഇഷ്ടമില്ലല്ലോ എന്ന് പറഞ്ഞപ്പോൾ അതുകൊണ്ടാണ് പറഞ്ഞത്. അനി എന്തായാലും നിന്നെ വന്ന് വിളിക്കാൻ പോകണില്ല. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ അനിയനെ ഉന്തി തള്ളി വിടണമെങ്കിൽ ആ വീട്ടിലൊരാളെങ്കിലും വേണ്ടേ. അമ്മയും മോളും കൂടെ പോയി ഹോസ്പിറ്റലിൽ പോകണം. ഹോസ്പിറ്റലിൽ പോയി കഴിഞ്ഞിട്ട് വിശേഷങ്ങളൊക്കെ അറിയണം, കള്ളക്കണ്ണീരൊഴുക്കണം. അങ്ങനെ ഒരേ കാര്യങ്ങളൊക്കെ വേണു പറഞ്ഞു കൊടുക്കും. വേണു പറഞ്ഞു കൊടുക്കുന്ന പ്രകാരം അമ്മയും മോളും കൂടെ ഹോസ്പിറ്റലിലേക്ക് എത്തും. അവിടെ ചെല്ലുമ്പോഴായിരിക്കും അനിയനെ കാണാം. അനിയനെ കാണുമ്പോൾ മൂന്ന് പേരും കൂടെ അങ്ങനെ സംസാരിക്കും. വല്യമ്മയുടെ കാര്യം അറിഞ്ഞിട്ട് മോൾക്ക് ഭയങ്കര വിഷമമായിരുന്നു. അതുകൊണ്ടാണ് മോള് വേഗം വന്നത് വല്യമ്മനെ കാണണം എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ഒരുപാട് വിഷമങ്ങളൊക്കെ ഇങ്ങനെ രേവതി ഇങ്ങനെ പറയുമ്പോൾ പെട്ടെന്ന് അതിന് ചോദിക്കും, അല്ല നിൻ്റെ ഗ്രൂപ്പ് എന്തിട്ടാന്ന് ചോദിക്കും. അപ്പോൾ എന്തായാലും അവർ പറയുന്നത് ഞെട്ടിപ്പോകണം ശരിക്കും. ജയനും അനിയും കാരണം അനാമികര ഗ്രൂപ്പും അത് തന്നെയാണ്. നിനക്ക് ബുദ്ധിമുട്ടില്ലെങ്കിൽ എൻ്റെ വല്യമ്മയ്ക്ക് കുറച്ച് ബ്ലഡ് കൊടുക്കുമെന്ന് ചോദിക്കും. ബ്ലഡ് കൊടുക്കാനായിട്ട് അയ്യോ എനിക്ക് ഭയങ്കര പേടിയെന്ന് പറയും. മാത്രമല്ല എനിക്ക് ഹീമോഗ്ലോബിൻ കൂടുതലാണ്, അങ്ങനെയാണ് ഇങ്ങനെ എന്നൊക്കെ പറയും. അല്ലേ മോള് ബ്ലഡ് കൊടുക്കുമെന്ന് അമ്മ പറഞ്ഞപ്പോൾ അമ്മനെ അങ്ങനെ കണ്ണുറപ്പിച്ച് നോക്കും. അമ്മ ഒന്നിങ്ങോട്ട് വന്നേന്ന് പറഞ്ഞ് അവൾ വിളിച്ചുകൊണ്ട് പോകും. വിളിച്ചുകൊണ്ട് പോയിട്ട് അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് ഒരുപാട് വഴക്കൊക്കെ പറയും. അമ്മയ്ക്ക് ഇത് എന്തിൻ്റെ സൂക്കേടാണ്, എനിക്കൊന്നും ബ്ലഡ് കൊടുക്കാൻ പറ്റുന്നില്ല അവർക്ക്. എടി ബ്ലഡ് കൊടുത്തിട്ടുണ്ടെങ്കിൽ നിന്നെ എല്ലാവരൊക്കെ തള്ളിക്കളഞ്ഞവരൊക്കെ നിന്നെ ചേർത്ത് പിടിക്കും. അങ്ങനത്തെ ഒരു അവസ്ഥയിലേക്ക് ഇനി പോണത്, നീ ദൈവത്തെ ഓർത്ത് നീ ഇത് മുടക്കല്ലേ എന്നൊക്കെ പറയും. വേണ്ട, അങ്ങനെ ഇപ്പോൾ ബ്ലഡ് ചോര കൊടുത്തിട്ടുള്ള സ്നേഹമൊന്നും വേണ്ട. ഇനിയിപ്പോൾ എന്തായാലും അങ്ങനെയാണെങ്കിൽ തന്നെ അമ്മ പറഞ്ഞാൽ മതി. അച്ഛനെ വിളിച്ച് പറഞ്ഞിട്ടുണ്ട്, അച്ഛൻ എൻ്റെ ബ്ലഡ് എടുക്കണ്ട, അവർക്ക് അച്ഛൻ വേറെ അന്വേഷിക്കുന്നുണ്ടെന്നൊക്കെ പറയാമെന്ന് പറയും. ആ സമയത്ത് അനി അങ്ങോട്ട് വരും. അനി വന്നിട്ട് പറയും എന്തായി തീരുമാനം എന്ന് ചോദിക്കുമ്പോൾ അതേ മോളുടെ അച്ഛൻ പറഞ്ഞു അച്ഛൻ നോക്കുന്നുണ്ടെന്ന്. ഞങ്ങൾ നോക്കുന്നുണ്ട്, എൻ്റെ അച്ഛന് ഒരുപാട് കണക്ഷൻ ഉണ്ടെന്ന് അനാമിക പറയും. ഞങ്ങൾക്കും ഒരുപാട് കണക്ഷൻ ഉണ്ടെന്ന് നിനക്ക് അറിഞ്ഞൂടെയെന്ന് പറയും. പറ്റുമെങ്കിൽ എനിക്ക് കൊടുക്ക്, നീ എന്നെ എന്തായാലും സ്വന്തം മോളെക്കാളും കൂടുതൽ സ്നേഹിക്കുന്ന മരുമോളെക്കാളും കൂടുതൽ സ്നേഹിക്കുന്ന നിന്നല്ലേ, നിനക്കല്ലേ സമ്മാനങ്ങളും മറ്റും വാരിക്കോരി തരുന്നത്, അപ്പോൾ നീയല്ലേ ശരിക്കും സഹായിക്കേണ്ടതെന്ന് പറയും. അതിന് പിന്നീട് വെല്ലിച്ചനോട് ചെന്ന് കഴിഞ്ഞിട്ട് അനി പറയും അവളെ ബ്ലഡ് സ്വീകരിക്കേണ്ട വെല്ലിച്ച, അല്ലെങ്കിൽ തന്നെ അവളുടെ രക്തം ദുഷിച്ചതായിരിക്കും എന്ന് പറഞ്ഞപ്പോൾ എന്താ മോനെ ഇത്, നിനക്കിപ്പോഴും നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ എന്നാ വെല്ലിച്ച പ്രശ്നമില്ലാത്തതെന്ന് പറയുമ്പോൾ നിൻ്റെ കാര്യങ്ങളൊക്കെ എനിക്കറിയാം, കല്യാണത്തിന് മുന്നേ ഒരു പെൺകുട്ടിയായിട്ട് സ്നേഹമായിട്ടുണ്ടെങ്കിൽ അവളെ മറക്കാൻ പറ്റൊരു പാട് തന്നെയാണ്. പക്ഷേ അത് പറഞ്ഞിട്ട് കാര്യമില്ല മോനെ, ജീവിതത്തിലൊരു പെണ്ണ് വന്നു കഴിഞ്ഞാൽ പിന്നെ ഒരു രക്ഷയില്ല, നമ്മൾ സഹിച്ചേ പറ്റൂ എന്നൊക്കെ പറയും. അതിനുശേഷം അനാമികയും അങ്ങോട്ട് വരും, അമ്മയും വരും. എന്തായി തീരുമാനിച്ചോ എന്തെന്ന് പറയുമ്പോൾ എനിക്ക് ഭയങ്കര പേടിയാണ് അതെന്ന് പറഞ്ഞപ്പോൾ ജയം പറയും വേണ്ട അപ്പോൾ കുഴപ്പമൊന്നുമില്ല, വേറെ നോക്കുന്നുണ്ട്, മോളെ ബ്ലഡ് എടുക്കണ്ടെന്ന് പറയും. അപ്പോൾ അനാമിക പറയുന്നുണ്ട് അല്ല അത് പോട്ടെ, നീ അച്ഛനെയും മുത്തശ്ശനെയൊക്കെ വിഷമിച്ചിട്ടുള്ള നീ ആ വീട്ടിൽ നിന്ന് പോകുന്നതെന്ന് ചോദിക്കും. അങ്ങനെ അവർ രണ്ടുപേരും കൂടെ വീട്ടിൽ അവിടെ ഉണ്ടായ സംഭവങ്ങളൊക്കെ പറഞ്ഞ് വീണ്ടും വഴക്കൊക്കെ ഇടുന്നുണ്ട്. അത് എനിക്ക് പെട്ടെന്നുള്ള ദേഷ്യം, ഞാൻ മാത്രമല്ല നിൻ്റെ ചേട്ടത്തിമാരും അങ്ങനെയാണ് പറഞ്ഞത്, ഈ വിഷം കൊടുത്തത് ഞാനൊന്ന് വരെ അവർ പറഞ്ഞുണ്ടാക്കി എന്ന് പറഞ്ഞപ്പോൾ അവർ പറയുന്നത് വെച്ചാൽ എന്തെങ്കിലും കാര്യമില്ലാണ്ട് പറയില്ല, എന്തായാലും നീ നയനേടത്തിനെ പാടാക്കണം എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് കുറ്റപ്പെടുത്തും അനി. അതിനേക്കാൾ ഇരട്ടിയായിട്ട് അവളും തിരിച്ച് പറയുവാനോ ഹോസ്പിറ്റലിൽ രണ്ടുപേരും കൂടെ വീണ്ടും പ്രശ്നങ്ങളൊക്കെ ആവുന്നുണ്ട്. അപ്പോൾ ജയൻ ഇങ്ങനെ മനസ്സിലാലോചിക്കുന്നു, ഒരിക്കലും അവന് പറ്റിയൊരു പെണ്ണല്ലായിരുന്നു അനാമിക, ഇനിയിപ്പോൾ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ എന്ന് പറയും. അങ്ങനെ ദേവയാനി കണ്ണ് തുറന്നിട്ടുണ്ട്, വേണമെങ്കിൽ പോയി കണ്ടോളാൻ ജയൻ അവരോട് പറയുമ്പോൾ അയ്യോ ചേച്ചിനെ കാണാൻ പറ്റില്ലല്ലോ എന്ന് ആലോചിച്ച് വിഷമിച്ച് കയറുന്നെന്ന് പറഞ്ഞ് അമ്മയും മോളും കൂടെ അങ്ങോട്ട് ചെല്ലും. അമ്മയും മോളെയും കാണുമ്പോൾ പുഞ്ചിരിയോടെ കിടക്കുകയായിരിക്കും ദേവയാനി. പറയാം വല്യമ്മയ്ക്ക് തീരെ വയ്യ മോളെ, ജീവിതത്തിൽ ഇന്ന് വരെയും ഇത്രയും വേദന അനുഭവിച്ചിട്ടില്ല എന്നൊക്കെ പറയുമ്പോൾ ആ വല്യമ്മ എനിക്ക് മനസ്സിലായി, നയനയ്ക്ക് കാച്ചി വെച്ച നവ്യയ്ക്ക് കലക്കി വെച്ച പാലാണ് വല്യമ്മ എടുത്ത് കുടിച്ചത്, വല്യമ്മയ്ക്ക് ക്ഷീണമുണ്ടെന്ന് പറഞ്ഞപ്പോൾ വല്യമ്മ പാല് കുടിക്കാമെന്ന് വലിയച്ഛൻ പറഞ്ഞതല്ലേ, അപ്പോൾ അതുകൊണ്ട് ആ പാലിൽ അവൾ വിഷം ചേർത്തതാവുള്ളൂ ഉറപ്പാണെന്ന് പറഞ്ഞപ്പോൾ അടുക്കളയിൽ പണിയെടുക്കുന്നതും പാല് കാച്ചണതൊക്കെ അവൾ തന്നെയല്ലേ, പാലിലൂടെയാണ് എനിക്ക് വിഷം ചെന്നിട്ടുള്ളൂ എന്ന് ഡോക്ടർ പറഞ്ഞു. അപ്പോൾ എന്തായാലും ഉറപ്പാണ്,
അവളല്ലാതെ വേറെ ആരും ഇത് ചെയ്യില്ല, വേറെ ആരെയും സംശയിക്കുകയും വേണ്ട, ഇത് അവൾ തന്നെയാണെന്ന് പറയും. പുറത്തെവിടെയെങ്കിലും അവളുണ്ടെങ്കിൽ ഇങ്ങോട്ട് കയറി വരരുത്, എന്നെ കാണാൻ വരരുതെന്ന് പറയണം. അവിടെയൊന്നും ഇല്ല അവൾ ഈ ആസ്പത്രിയിലെ പേരും പറഞ്ഞ് എവിടെയോ കറങ്ങി നടക്കണമെന്ന് അനാമിക പറയും. മോള് വിഷമിക്കേണ്ട എന്ന് പറയും. വല്യമ്മയ്ക്ക് കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞു. അതെ, എൻ്റെയും വല്യമ്മയുടെയും ഗ്രൂപ്പ് ഒന്നാ, പക്ഷേ എനിക്ക് ഈ ചെറിയ ഹീമോഗ്ലോബിൻ്റെ ഒക്കെ ഇതൊക്കെ ഉള്ളത് കൊണ്ട് ബ്ലഡ് കൊടുക്കാൻ പറ്റില്ല. എന്തായാലും വേറെ അച്ഛൻ നോക്കണമൊക്കെ ഉണ്ട്, ശരിയായില്ലെങ്കിൽ എടുത്ത് അതുപോലെ തന്നെ എന്തെങ്കിലും കുറവ് വന്നിട്ടൊക്കെ ഉണ്ടെങ്കിൽ എൻ്റെ എടുക്കാട്ടാന്നൊക്കെ പറയുമ്പോൾ അതൊന്നും സാരമില്ല മോളെ, വേറെ നോക്കുന്നുണ്ടല്ലോ, ഇപ്പം എനിക്ക് അത്രയ്ക്ക് കുഴപ്പമൊന്നുമില്ല എന്ന് പറയും. അങ്ങനെ വീണ്ടും വീണ്ടും നയനെ പറ്റി ഒരുപാട് കുറ്റങ്ങളൊക്കെ പറഞ്ഞു കൊടുത്ത് ആണ് അമ്മയും മോളും ICUവിൽ നിന്ന് ഇറങ്ങുന്നത് തന്നെ. അതിനുശേഷം പിന്നെ കാണിക്കുന്നത് ആദർശിനെ. ഇനി ആദർശ് നമ്മുടെ ദൈവങ്ങളോടൊക്കെ ഇങ്ങനെ പ്രാർത്ഥിക്കാൻ വന്നതെന്ന്. അപ്പം പൂജാരി ചോദിക്കുന്നുണ്ട്, ഭയങ്കരമായിട്ടുള്ളൊരു വിഷമമായിരുന്നല്ലേ, അമ്മനോടുള്ള വിഷമം കൊണ്ടല്ലേ മാലിട്ടത്, ഒരുപാട് സന്തോഷത്തോടെ അല്ല മാലിട്ടതെന്ന് മനസ്സിലായി എന്ന് പറഞ്ഞ്, അതുകൊണ്ടല്ലേ മോൻ മാറി നിന്നത്, അനന്തപുരി തറവാട്ടിലെ എല്ലാ കാര്യങ്ങളും എനിക്കറിയാം എന്ന് പറഞ്ഞപ്പോൾ മുത്തശ്ശി ഇവിടെ വന്ന് പല കാര്യങ്ങളും പറയാറുണ്ട്. മോൻ്റെ അമ്മ വെറുക്കുന്ന ഒരാളവിടെ ഉണ്ടല്ലോ എന്ന് പറയും. അതെ, ആ വെറുപ്പ് എൻ്റെ അമ്മ അസുഖത്തോടെങ്കിലും മാറണം എന്നൊക്കെ വിചാരിച്ചിട്ടാണ്. അസുഖം മാറി ഹോസ്പിറ്റലിൽ നിന്ന് വരുമ്പോൾ അമ്മ നയനെ സ്നേഹിച്ച് തുടങ്ങണമെന്നാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത് തിരുമേനി എന്ന് പറഞ്ഞപ്പോൾ, എല്ലാം ശരിയാവും, മോൻ വിഷമിക്കേണ്ടെന്ന് പറഞ്ഞ് പ്രസാദവും എല്ലാ കാര്യങ്ങളും നമ്മുടെ ആദർശിൻ്റെ കയ്യിലൊക്കെ കൊടുക്കും. അങ്ങനെ ആദർശ് അമ്മയ്ക്ക് വേണ്ടി ആത്മാർത്ഥമായിട്ടും പ്രാർത്ഥിക്കും. അതിനുശേഷം പറയുന്നുണ്ട്, അമ്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന മറ്റൊരാൾ ആ ആലിൻ്റെ അവിടെ ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ ആര് എന്ന് ചോദിക്കും. അതൊക്കെ ഉണ്ട്, പോയി നോക്കാൻ പറയും. അങ്ങനെ തിരുമേനി അവിടേക്ക് ചെല്ലുമ്പോൾ നയനായിരിക്കും നിൽക്കുന്നത്. നീ ഇങ്ങോട്ടാണോ വന്നത്, അമ്മയ്ക്ക് വേണ്ടി ഒരാൾ പ്രാർത്ഥിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ നീയാണെന്ന് വിചാരിച്ചില്ല, ഇങ്ങോട്ടാണ് വരുന്നതെന്നുണ്ടെങ്കിൽ എന്നോട് പറയായിരുന്നില്ല, ഞാൻ പോകുന്നതിനില്ലേന്ന് പറയും. അത് സാരില്ല, ആദർശേട്ടൻ ഹോസ്പിറ്റലിൽ വേണ്ടതല്ലേ, അതുകൊണ്ടാണ് ഞാൻ ഒറ്റയ്ക്ക് പോകുന്നത്, അമ്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ തന്നെ പോകുന്നതാണ് ആദർശേട്ടാന്ന് പറയും. നീ പോകുന്നതിന് ശേഷം ഒരു സംഭവം ഉണ്ടായി, അമ്മയുടെ ബ്ലഡ് ഗ്രൂപ്പ് മാച്ച് ചെയ്യുന്ന ഒരാളെയും കിട്ടിയിട്ടില്ല, അങ്ങനത്തെ ഒരാളില്ല, എവിടെയൊക്കെ അന്വേഷിക്കും, ഗ്രൂപ്പിലൊക്കെ അന്വേഷിച്ച് നടക്കണമെന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ ബ്ലഡ് ഗ്രൂപ്പിൻ്റെ എന്താണെന്ന് ചോദിക്കുമ്പോൾ ആദർശ് പറഞ്ഞ വഴിക്ക് നയനയുടെ മുഖത്ത് ഒരുപാട് സന്തോഷം അങ്ങോട്ട് വിരിയുന്നു. നീ എന്തിനാ സന്തോഷിക്കണേന്ന് ചോദിച്ചപ്പോൾ അങ്ങനെ ഒരാളുണ്ട് എന്ന് പറയും. ഉണ്ടോ, എവിടെ, എന്നാ വാ, തരുമോ, ബ്ലഡ് തരുമോ എന്ന് ചോദിക്കും. ബ്ലഡ് തരും, ആൾക്ക് എന്തെങ്കിലും അസുഖമൊക്കെ ഉണ്ടോ എന്ന് ചോദിക്കും. ഒരു അസുഖവും ഇല്ലാത്ത ആളാണ്, ബ്ലഡ് തരാൻ മനസ്സുണ്ട് ആൾക്കെന്ന് പറഞ്ഞപ്പോൾ 100% ബ്ലഡ് തരാൻ മനസ്സുള്ള ആളാണ്, എന്നാൽ വാ വിളിക്ക്, നമുക്ക് ഫോൺ ചെയ്യാന്ന് പറഞ്ഞപ്പോൾ ഫോൺ ചെയ്യൊന്നും വേണ്ട, ആദർശേട്ടൻ്റെ മുന്നിൽ നിൽക്കുന്ന ആളെന്ന് പറയും. നീയോ എന്ന് പറയും. നിൻ്റെ അതാണോ എന്ന് ചോദിക്കും. അതെ, കോളേജിൽ പഠിക്കുമ്പോൾ 1-2 തവണ നോക്കിയിട്ടുണ്ട്, പിന്നെ എൻ്റെ സർട്ടിഫിക്കറ്റിലൊക്കെ അത് തന്നെയാണ്, എന്തായാലും ഇനി മാറാൻ വഴിയില്ല എന്ന് പറയും. അപ്പോൾ ആദർശിന് ഒരുപാട് സന്തോഷമാവുന്നുണ്ട് നയന അങ്ങനെ പറഞ്ഞപ്പോൾ. ഈശ്വര, നീ ഇതെല്ലാം എന്താണ് ഞാൻ ഈ കേൾക്കണത് എന്ന് ഭഗവാനോട് പ്രാർത്ഥിക്കണം, എൻ്റെ ഭാര്യയുടെ മനസ്സ് ഇത്രയ്ക്ക് നല്ലതെന്ന് എൻ്റെ അമ്മ എന്താ തിരിച്ചറിയാത്ത. അപ്പോൾ ചോദിക്കുന്നുണ്ട്, എടി ആദർശ് ചോദിക്കണേ, ഇത്രയും ഇതോടുകൂടി ചിലപ്പോൾ നിന്നോട് സ്നേഹമായിരിക്കും അല്ലേ, നിന്നെ സ്നേഹിക്കുമല്ലേ എന്ന് ചോദിക്കുമ്പോൾ അതൊന്നും എനിക്കറിയില്ല, അതൊന്നും എനിക്ക് അറിയേണ്ട കാര്യമില്ല, പൊന്നമ്മ സ്നേഹിച്ചാലും സ്നേഹിച്ചില്ലെങ്കിലും എത്ര ബ്ലഡ് വേണമെങ്കിലും എൻ്റെ അടുത്തോ ആദർശമായിട്ട്, എനിക്ക് അതിലൊരു വിഷമവും ഇല്ല, സന്തോഷം മാത്രമേ ഉള്ളൂ എന്ന് പറയും. അങ്ങനെ ആദർശ് അത് നയനനെ ഒരുപാട് സന്തോഷത്തോടെ നോക്കുന്നു. അതിന് ശേഷം ദൈവത്തിനോട് ഇങ്ങനെ മനൊരുക്കി പ്രാർത്ഥിക്കണേ, ഇത്ര നല്ല മനസ്സുള്ള എൻ്റെ ഭാര്യനെ എൻ്റെ അമ്മ സ്നേഹിക്കണേ ഭഗവാനെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിൽക്കണം. ആദർശിനെ കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡിൻ്റെ അവസാന ഭാഗം. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.